രവി DC AKG സെന്ററിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. DC-യുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് CPM സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിക്കാനായിട്ടാണ് രവി DC എത്തിയത്. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെ മുഖ്യമന്ത്രിയും CPM രൂക്ഷമായി വിമർശിച്ചിരുന്നു. AK സ്റ്റെഫിൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോഴും അതെങ്ങനെ പുറത്തു വന്നു? ആ ആത്മകഥ DC ബുക്സിന് EP ജയരാജൻ നൽകിയില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ DC ബുക്സ് എങ്ങനെ പുറത്തു വിട്ടു? അങ്ങനെ കുറെ ചോദ്യങ്ങൾ രഹസ്യമായി തന്നെ അങ്ങനെ ശേഷിക്കുകയാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിൽ CPM-ന് തന്നെ പ്രതിസന്ധിയായ ഒരു വിഷയമാണ് EP ജയരാജന്റെ ആത്മകഥാ വിവാദം. CPM-ന് വലിയ തോതിൽ അത് ഒരു തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ് പല പ്രതിപക്ഷമടക്കം പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം CPM-നകത്തു നിന്നും ഉണ്ട്. അതിന് ഇടയിലാണ് ഇത്തരത്തിൽ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള EP ജയരാജൻ തന്നെ ഈ DC ബുക്സിനെതിരായിട്ട് നിയമപോരാട്ടം ഇപ്പോൾ നടത്തുന്ന സമയത്താണ് ഈ ഒരു കൂടിക്കാഴ്ച പ്രസക്തമാകുന്നത്. അല്പം മുമ്പാണ് ഇപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രവി DC അദ്ദേഹം AK സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് ആ കൂടിക്കാഴ്ച നീളുകയാണ്. അദ്ദേഹത്തിന്റെ ലിറ്റററി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ക്ഷണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു വിശദീകരണം CPM-ന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ രവി DC-യുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വിവാദമുണ്ടായ സമയത്ത് രവി DC ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അന്ന് അദ്ദേഹം രാജ്യാന്തര ഒരു പുസ്തകമേളയിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനുള്ള മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒതുങ്ങിയത്. ഇന്നിപ്പോൾ AKG സെന്ററിൽ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷം ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ സ്റ്റെഫിൻ? എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. രവി DC-യോ അല്ലെങ്കിൽ MP ഗോവിന്ദനോ ഈ വിഷയത്തിൽ എന്താണ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ പറയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അല്പം മുമ്പാണ് അദ്ദേഹം ഈ AK സെന്ററിനകത്തേക്ക് പോയത്. ഇതുവരെ ഏതായാലും പുറത്തേക്ക് വന്നിട്ടില്ല. ഏറ്റവും പ്രസക്തമായ പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മകഥാ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും DC ബുക്സിനെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. കാരണം തങ്ങൾക്ക് വിശ്വാസം EP ജയരാജനെയാണ്. EP ജയരാജന്റെ ഒരു അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു ആത്മകഥ പുറത്തു വന്നത്, അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി തന്നെ അന്ന് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും അതിനെ രൂക്ഷമായി തന്നെ ഈ DC ബുക്സിന്റെ ഒരു നടപടിയെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പോഴും അഴിയാത്ത ഒരു രഹസ്യമായി തന്നെ ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും സംസാരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറെ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഏതായാലും ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് DC ബുക്സിനെതിരെ